ഫബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്തിൻ്റെ ആ വാക്കിന് വിശദീകരണമായിട്ട് ഏതെങ്കിലും മുഫസ്സിർ സൽക്കർമ്മങ്ങളിൽ ജാഗ്രതയുള്ളവരാകൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. നബിദിനത്തിന് തെളിവല്ല, പക്ഷേ നിങ്ങൾ സന്തോഷിക്കുക, അത് നിങ്ങൾ സന്തോഷിക്കേണ്ടുന്നത് നബി പഠിപ്പിച്ച കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടായിരിക്കണം എന്നതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ഈ ലോകത്ത് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഹിദായത്താണ്. ആ ഹിദായത്ത് അല്ലാഹുവിൽ നിന്നുള്ള മൗഇലത്താണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളായ ആളുകൾ മാത്രമല്ല, ലോകത്തെ തന്നെ വിളിച്ചല്ലാഹു പറഞ്ഞ വാചകമാണ് യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഓ മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള മൗഇലത്ത്, സദുപദേശം ഇതാ വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഏതെല്ലാം തരത്തിലുള്ള വൈകല്യങ്ങളും വൈകൃതങ്ങളുമാകുന്ന രോഗങ്ങളുണ്ടോ അതിന് മുഴുവനുമുള്ള ശമനം ഇതാ വന്നെത്തിയിരിക്കുന്നു. വഹുദൻ, സന്മാർഗദർശനവും, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഈമാനുള്ളവർക്കുള്ള റഹ്മത്തും. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഹൈറായതാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു ഇവിടെ കൽപ്പിക്കുന്നത്. ഇവിടെ സന്തോഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരായത്ത് അവതരിച്ചാൽ അത് നടപ്പാക്കുന്നത് ഒന്നാമതായി ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നത് സ്വീകരിക്കുന്ന സ്വഹാബത്താണ്. ഇവിടെ ഫബിദാലിക ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ അത് നബിദിനം ആഘോഷിക്കലാണ് എങ്കിൽ നബിയും സ്വഹാബത്തും അള്ളാഹുവിൻ്റെ ഈ നിഅമത്ത് കൊണ്ട് സന്തോഷിച്ചിട്ടില്ല എന്ന് വരും. അഥവാ റബ്ബ് കൽപ്പിച്ചൊരു കാര്യം റസൂൽ നടപ്പാക്കിയിട്ടില്ല എന്ന് വരും. അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ് പിന്നിലുള്ളത്. സ്വഹാബത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് ശിരസാ വഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണവർ. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും മൻ യഖൂലു സമിഅനാ വഅതഅനാ. അല്ലാഹുവും റസൂലും പറയുന്ന കാര്യം അത് അപ്പടി തന്നെ നടപ്പാക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ് പ്രവാചകന്റെ സ്വഹാബത്ത്. ഈ ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നബിദിനം ആഘോഷിക്കലാണ് അർത്ഥമാക്കുന്നതെങ്കിൽ ഈ ആയത്തിനെ റസൂലോ സ്വഹാബത്തോ നടപ്പാക്കിയിട്ടില്ല എന്ന് വരും. പിന്നത് നടപ്പാക്കിയ ആളുകളാരാ? നേരത്തെ പറഞ്ഞതുപോലെ കഅബ പൊളിക്കാൻ പോയ ഹജറുൽ അസ്വദ് അടർത്തി മാറ്റാൻ ശ്രമിക്കുകയും അടർത്തി മാറ്റുകയും അതിനെ ആക്രമിക്കുകയും നിരവധി ഹാജിമാരെ കൊന്ന് സംസം കിണറ്റിലടക്കം മയ്യത്ത് കുത്തി നിറക്കുകയും ചെയ്ത ആ ഫാത്തിമിയ ഷിയാക്കൾ, അവരാണ് ഈ ആയത്ത് നടപ്പാക്കിയവര്. പിന്നെ 4-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള ഉത്തമ തലമുറക്ക് ശേഷം വന്ന ആളുകൾക്കാണ് ഈ ആയത്ത് നടപ്പാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ എത്രമാത്രം അബദ്ധമാണ് ഈ പറയുന്നത് എന്ന് ഈ പറയുന്നവർ ചിന്തിക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം ആനന്ദത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നീരസത്തോടെയല്ല അള്ളാഹുവിൻ്റെ മൗഇദത്തിനെ സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് ഏറ്റവും നല്ല സന്തോഷത്തോടെ ദീനാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സരണിയാണ്. മറ്റുള്ള എല്ലാത്തിനേക്കാളും, ദുനിയാവിലെ സർവ്വതിനേക്കാളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളതും ആനന്ദമുള്ളതും അള്ളാഹുവിൻ്റെ ദീൻ, അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോഴാണ്. അത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യം അതാണ് ഖൈറും മിമ്മാ യജ്മഊൻ. നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യം, നമ്മുടെ ജീവിത വിഭവം എന്നൊക്കെ പറയാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ ദീനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആണ് അള്ളാഹു ഇവിടെ പറയുന്നത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് പറഞ്ഞാൽ
അതിന്റെ തഫ്സീറിൽ കാണാം, എന്ത് കാണാം? അൽ ഇസ്ലാമു വൽ ഖുർആൻ, ഇസ്ലാമാണ് ഖുർആനാണ്. അപ്പൊ ഇസ്ലാം കൊണ്ട് എങ്ങനെയാ സന്തോഷിക്കുക? ഖുർആൻ കൊണ്ട് എങ്ങനെയാ സന്തോഷിക്കുക? ഖുർആനിൽ തോരണം കിട്ടിയിട്ടോ അങ്ങനെയാണോ സന്തോഷിക്കുന്നത്? അല്ല, ഖുർആൻ, ആ ഖുർആനെ ജീവിതത്തിന്റെ ആവേശമായി സ്വീകരിക്കുക. അതിന് എത്രയോ ഉദാഹരണമുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം അറിയപ്പെട്ട കവിയാണ് ലബീദ്. ലബീദ് മുസ്ലിമാകുന്നതിന് മുമ്പും അറിയപ്പെട്ട ആളാണ്, ജാഹിലിയ്യത്തിൽ തന്നെ അറിയപ്പെട്ട കവിയാണ്. ആ ലബീദ് മുസ്ലിമായതിനു ശേഷം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നൊരു ചർച്ച, ഇസ്ലാമിലേക്ക് വന്ന സാഹിത്യകാരന്മാരായ ആളുകൾ, ആ ആളുകളിൽ നിന്ന് മുസ്ലിമായതിനു ശേഷമുള്ള സാഹിത്യങ്ങളെ ക്രോഡീകരിക്കാൻ ഒരു തീരുമാനമുണ്ടാവുകയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരെ സമീപിക്കുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള സാഹിത്യങ്ങൾ ശേഖരിക്കുവാൻ നടത്തിയ പ്രവർത്തനത്തിനിടയിൽ ലബീദ് എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അകത്തേക്ക് പോയിട്ടൊരു പേപ്പർ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അതിലേക്ക് സൂറത്തുൽ ബഖറ ഇങ്ങനെ എഴുതി. ആ സൂറത്തുൽ ബഖറയുടെ ഏതാനും ആയത്ത് എഴുതിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി കൊടുക്കണം ഉമറിന്. കാരണം ഞങ്ങൾ മുസ്ലിം ആയതിനു ശേഷം പഴയകാല സാഹിത്യങ്ങൾ അഭിരമിക്കുകയല്ല, നേരെ മറിച്ച് ഞങ്ങൾ സ്വീകരിച്ചതിനേക്കാൾ ഹൈറായത് അള്ളാഹു ഞങ്ങൾക്ക് പകരം തന്നു. ഞങ്ങളുടെ സാഹിത്യങ്ങളെക്കാൾ സുന്ദരമായത് അള്ളാഹു ഞങ്ങൾക്ക് പകരം തന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് ആനന്ദിക്കുകയാണ്, അത് പഠിക്കുകയാണ്, അത് പകർത്തുകയാണ്, അതിൻ്റെ ആവേശത്തിലാണ്. എന്നു മാത്രമല്ല, അദ്ദേഹം മുസ്ലിമായതിനു ശേഷം ഒരേ ഒരു ബൈത്തേ പാടിയിട്ടുള്ളൂ എന്നാണ് ചരിത്രം പറയുന്നത്. അതെന്താ? അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തിനി അജലി ഹത്തക്തസൈതു മിനൽ ഇസ്ലാമി സിർബാല. ഇസ്ലാമിനെ ഒരു വസ്ത്രമായി, ഒരു ഉടയാടയായി അണിയുവാൻ അവസരം തന്ന അള്ളാഹുവേ, അതുവരെ ഞങ്ങളുടെ ആയുസ് നീട്ടിയിട്ട് തന്ന അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അപ്പൊ ഫബിദാലിക ഫല്യഫ്റഹു എന്ന് വെച്ചാൽ ഖുർആൻ കൊണ്ട് സന്തോഷിച്ചോ, ഇസ്ലാം കൊണ്ട് സന്തോഷിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഇത്തിബാ കൊണ്ട് സന്തോഷിച്ചോ? അതാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മുഴുവൻ വ്യാഖ്യാതാക്കളും ആ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചത്. ഇസ്ലാം എന്നുള്ളതൊരു മുഅ്മിനിന് ആവേശമാണ്, ആഘോഷമാണ്. ഖുർആൻ എന്നുള്ളതൊരു മുസ്ലിമിന് ആവേശമാണ്, ആഘോഷമാണ്. അതിനപ്പുറത്തേക്ക് ഈ റാലിയും അതുപോലെ DJ പാർട്ടിയും അതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള ഘോഷയാത്രകളും മറ്റുമൊക്കെ ഈ കാണിക്കുന്നതാണ് ഈ പറഞ്ഞ ഫബിദാലിക ഫല്യഫ്റഹു എന്നുള്ളത്. ലോകത്തൊരാളും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് ആയത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, അള്ളാഹു കൽപ്പിച്ചതുമല്ല, അത് ശുദ്ധമായ ഹറാമാണ് അതിൻ്റെ ഹുക്കുമ് എന്ന് ഉലമാ വളരെ നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക.